ഹായ്, ഞാൻ മെൽബിൻ മാനുവൽ. ഞാനൊരു സിനിമാ മോഹിയാണ്, സിനിമാ പ്രാന്തനാണ്. ഞങ്ങളെപ്പോൾ സിനിമാ പ്രാന്തന്മാർ ഏറ്റവും കേൾക്കുന്ന ഒരു ക്ലീശേ ഡയലോഗ് ഉണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ലടാ സിനിമക്കാരുടെ പുറകെ പോവാൻ. പക്ഷേ ഞാൻ പോച്ചോട്ടെ, ഇപ്പോ മലയാള സിനിമയിലുള്ള താരങ്ങളും സംവിധായകരൊക്കെ വേറെ ഒരു പണിയും കിട്ടാത്തോണ്ടാണ് ആ പണിക്ക് പോയത്. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ച്, നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ സിനിമയിൽ വന്നതിന് പകരം വേറെ ഏതെങ്കിലും ജോലി മേഖലകളാണ് ചെയ്തെങ്കിൽ എന്തൊക്കെ ജോലികളായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ മോഹൻലാൽ സാറിന് തുടങ്ങാം. ലാലേട്ടന് ഏറ്റവും പറ്റിയ പണി ബിവറേജിൽ ബില്ലടിക്കല. കാരണം കേട്ടില്ലേ, മോഹൻലാൽ സാറിന്റെ വിരലുകൾ വരെ നന്നായിട്ട് അഭിനയിക്കും, പണിയെടുക്കും. അപ്പൊ പെട്ടെന്ന് പുള്ളി ബില്ലടിച്ചോളും. അത് മാത്രമല്ല, ബിവറേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ മോനെ എന്താടാ വേണ്ടേ എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്ന ഓരോ ജീവനക്കാരെ അദ്ദേഹം മാത്രമായിരിക്കും. പിന്നെ ഈ ബിവറേജ് ജോലി പോരാ, പുള്ളിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിൽ പുള്ളിക്ക് ഏറ്റവും നല്ലത് ഈ കോടിമുണ്ടിന്റെ ബിസിനസ്സാണ്. അതാകുമ്പോ കട തുറക്കുന്ന അന്ന് തന്നെ 100 കോടിയും 200 കോടിയും ഉറപ്പായിട്ടും പോകും. മമ്മൂക്കക്ക് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലായിരിക്കും ജോലി. കാരണം കംപ്ലീറ്റ് മമ്മൂട്ടി പണിയുന്ന വർക്കൊക്കെ എല്ലാം ഷോറൂം കണ്ടീഷൻ ആവുമെങ്കിലും ആ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം വണ്ടി മുമ്പോട്ട് പോകില്ല, പുറകോട്ട് മാത്രമേ പോവുള്ളൂ. കാരണം പുള്ളി ഏജിൻ റിവേഴ്സ് ഗിയർ ആണല്ലോ. പിന്നെ നമ്മുടെ ദുൽഖർ ആണെങ്കിൽ നാഷണൽ പെർമിറ്റ് ലോറി മാത്രമേ ചെയ്യുള്ളൂ. പുള്ളി പാൻ ഇന്ത്യൻ ആക്ടർ ആണല്ലോ. പിന്നെ നമ്മുടെ രമേശ് ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ, രമേശ് ചേട്ടൻ ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയാം, അദ്ദേഹം ഈ കൊച്ചു പുസ്തകങ്ങൾ എഴുതുന്ന, അതായത് കൊച്ചുങ്ങൾക്കുള്ള പുസ്തകങ്ങളെ, അതായത് കുട്ടിക്കുടുക്ക, കുട്ടിരമ, ഇതൊക്കെ എഴുതുന്ന ആളായിരിക്കും. കാരണം കഥകൾക്ക് ഇവിടെ ഒരു ക്ഷാമവും ഇല്ലല്ലോ. പക്ഷെ എന്നാലും രമേശ് ചേട്ടന് ഫുൾ ടൈം എഴുതാൻ നിൽക്കാൻ പറ്റൂല. കാരണം രമേശ് ചേട്ടൻ കൂടുതൽ സമയം ഞാൻ നേരത്തെ പറഞ്ഞ മമ്മൂക്കയുടെ വർക്ക്ഷോപ്പിലായിരിക്കും. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ, അദ്ദേഹത്തിന് ഏറ്റവും പറ്റിയത് ഈ സീലിംഗിന്റെ വർക്കാണ്. അതാകുമ്പോ ഈ സീലിംഗ് ബോർഡ് പുള്ളി തന്നെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്യും. നമ്മുടെ ലാൽ സാറ്, സിദ്ദിഖ് ലാലേട്ട മറ്റേ സംവിധായകൻ, അദ്ദേഹത്തിന് റെയിൽവേയിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന ജോലിയായിരിക്കും ഏറ്റവും നല്ലത്. പുള്ളി അനൗൺസ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. ആർക്കും ഒരു മനുഷ്യനൊന്നും മനസ്സിലായില്ലെങ്കിലും റെയിൽവേക്ക് ഗുണം ചെയ്യും. കാരണം ട്രെയിൻ താമസിച്ചാലും ആർക്കും മനസ്സിലാവില്ല, പുള്ളി പറഞ്ഞ സമയം കിട്ടിയിട്ടില്ലല്ലോ. നമ്മുടെ ചാക്കോച്ചൻ, അഥവാ ചാക്കോ ബോബൻ, അദ്ദേഹത്തെ എപ്പോഴും ഒരു കോൾഡ് സ്റ്റോറേജിലോ അല്ലെങ്കിൽ ഒരു ബേക്കറിയിലെ ഒരു ഷെൽഫിലോ ഒക്കെ പണി കൊടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ പുള്ളിന് ഉറുമ്പരിക്കും, പുള്ളി ചോക്ലേറ്റ് ബോയ് ആണല്ലോ. പിന്നെ ഇവിടെ ആസിഫ് അലിക്ക് ഉറപ്പായിട്ടും KSCB-ലായിരിക്കും ജോലി കിട്ടണം. കാരണം അവർക്ക് വേണ്ടത് ആര് ഫോൺ വിളിച്ചാലും ഫോൺ എടുക്കാത്ത ആളെയാണ്. ഇവിടെ ദേൻ ശ്രീനിവാസൻ ഉണ്ടല്ലോ, ദേൻ ശ്രീനിവാസന് ഉറപ്പാണ് ട്രഷറിയിൽ ജോലി കൊടുത്ത പാവങ്ങൾക്ക് കൃത്യമായിട്ട് മാസം മാസം പെൻഷൻ കിട്ടും. കാരണം പുള്ളിയുടെ സിനിമ അങ്ങനെയല്ല, ഒരു കാര്യമില്ലെങ്കിൽ മാസം മാസം ഓരോന്നും അങ്ങോട്ട് കയറ്റി വിടും. പിന്നെ നമ്മുടെ സംവിധായകന്മാരെ നമുക്ക് നോക്കാം. പ്രിയദർശൻ സാറ്, അദ്ദേഹത്തിന് ഒരു വീടിന്റെ പെയിന്റിംഗ് വർക്ക് കൊടുത്ത സംഭവം വിദേശ മാതൃകയിലുള്ള വീടാണെങ്കിലും സംഭവം കളർഫുൾ ആയിരിക്കും. നമ്മുടെ ലിജോ ജോസ് പള്ളിശ്ശേരി, ഇദ്ദേഹമാണെങ്കിൽ ജോസ് പള്ളിശ്ശേരി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ താമസിക്കാൻ പറ്റൂല, ഒരു 10 വർഷം കഴിഞ്ഞേ താമസിക്കാൻ പറ്റുള്ളൂ. കാരണം പുള്ളി ഉണ്ടാക്കണ എല്ലാം അങ്ങനെ 10 വർഷം കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തിനാണ് ഇത് ധൃതി പിടിച്ച് ഇപ്പൊ ഉണ്ടാക്കി അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അവസാനമായിട്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ, അദ്ദേഹം നമ്മുടെ ഒപ്പം ഇല്ല. പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം രാഷ്ട്രീയത്തിൽ കയറിയിരുന്നെങ്കിൽ, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കേരളത്തിൽ പിന്നെ ഒരു മനുഷ്യനും പട്ടിണി കിടക്കൂല. അല്ല, ഞാനിപ്പോ നിങ്ങൾ ഓർക്കണ്ട സിനിമാടന്മാർക്കല്ലേക്ക് ഞാൻ പണി കൊടുത്ത്, എനിക്കെന്താ പണി ഇതല്ലേ? എന്റെ പണി ഇതാണ്, കണ്ടവരെ കുറ്റവും പറഞ്ഞ് വെറുതെ ഇങ്ങനെ നടക്കുക. അങ്ങനെ താങ്ക് യു.